കുടിവെള്ളം നിലവിൽ പഞ്ചായത്തിൽ പ്രശ്നമില്ല എന്നാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളും CPM പ്രതിനിധിയും പറഞ്ഞത്. ആ ക്ലിപ്പ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് വിളയൂർ പഞ്ചായത്തിലെ ജനങ്ങളെ കാണിച്ചാൽ മതി. ഒരു റോഡും തകർന്ന് കിടക്കണില്ല, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തീരല്ല. അപ്പോൾ ഇനി ആ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലും പഞ്ചായത്തിലൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ അത് സമ്പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ജനങ്ങളെ കാണിക്കണമെന്ന് ചാനൽ പ്രതിനിധികളോട് പറയണം. ഞാൻ പറയാൻ വേണ്ടി പോണ കാര്യം, ഇതിപ്പോൾ LDFിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയാണ് എൻ്റെ കയ്യിലുള്ളത്. ക്യാമറ എവിടെയാണ്? ഇത് പ്രകടന പത്രികയാണ്. ഈ പ്രകടന പത്രിക മാനദണ്ഡമാക്കിയിട്ടാണ് 5 വർഷക്കാലത്തേക്കുള്ള ഒരു ഭരണസമിതി മുന്നോട്ട് പോവുക. CPMൻ്റെ പ്രതിനിധിയോട് ചോദിക്കണത്, ഇത് നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയാണ്, നിങ്ങളൊന്ന് സ്ഥിരീകരിക്കുക. ഒന്ന്, പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ കാണാം ഒരു ചിത്രം. ഇത് കളിക്കളത്തിൻ്റെ ചിത്രമാണ്. സംസ്ഥാന സർക്കാരുണ്ട്, MLA ഉണ്ട്, പഞ്ചായത്തിൻ്റെ ഭരണം അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുണ്ട്. വിളയൂരിലെ യുവാക്കൾക്ക് വേണ്ടി ഒരു കളിക്കളം സ്ഥാപിച്ചു കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞോ? ഇനി ഞാനിതിൻ്റെ ഉള്ളിലേക്ക് പോവല്ല, ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള കാര്യങ്ങൾ കൂടി പറയാം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. വിവിധ കേന്ദ്രങ്ങളിൽ കംഫർട്ട് സ്റ്റേഷനുകൾ നിർമ്മിക്കും. എത്ര കംഫർട്ട് സ്റ്റേഷനുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? പഞ്ചായത്തിൻ്റെ സമീപത്തായി ഡയാലിസ് സെൻറ്റർ സ്ഥാപിക്കും. ആളുകൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ കണ്ടമാനം ഡയാലിസ് രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്. ആ കിഡ്നി രോഗികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ്. ചോദിക്കട്ടെ, ഡയാലിസ് സെൻ്ററുകൾ സ്ഥാപിക്കും, എന്തെങ്കിലും ഒരു നീക്കം അതിനു വേണ്ടി നടത്തിയോ? പഞ്ചായത്ത് KCB ഓഫീസ് പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്ത് ഓടുപാറയിൽ പ്രവർത്തനം ആരംഭിക്കും. KCB ഓഫീസിൽ പോയിട്ട് ആരെങ്കിലും അവിടെ പോയിട്ട് ബില്ലടച്ചോ? ഒരു കാര്യത്തിന് വേണ്ടി ഓടുപാറയിലെ KCB ഓഫീസ് നമുക്ക് കാണാൻ കഴിയും? പഞ്ചായത്ത് കളിസ്ഥലം നിർമ്മിക്കും, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിച്ചോ? ജനകീയ ഹോട്ടലുകൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഒരു ഹോട്ടൽ പഞ്ചായത്തിൻ്റെ സമീപത്തുണ്ട്. എവിടെയെങ്കിലും ജനകീയ ഹോട്ടലുകളുടെ ഉപകാരം ഈ നമ്മുടെ പഞ്ചായത്തിനകത്ത് എവിടത്തേലും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതു ഇടങ്ങളിൽ, ഇത് ഒന്ന് പറയട്ടെ, ഫുള്ള് പറയട്ടെ. പൊതു ഇടങ്ങളിൽ വൈഫൈ സൗകര്യം ലഭ്യമാക്കും. എവിടെയാണ് ആ വൈഫൈ സൗകര്യം കിട്ടുക? എനിക്കവിടെ പോയിരുന്ന് കുറച്ച് നെറ്റ് ഉപയോഗിക്കണമെന്നുണ്ട്. ഒരു മിനിറ്റ് ഞാനിത് പറയുന്നുണ്ട്. എന്താ ഒരു പ്രശ്നം? അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യവും സൗജന്യ ഇൻ്റർനെറ്റ് സേവനവും ഈ പഞ്ചായത്തിനകത്ത് എത്രത്തോളം സാധ്യമാക്കാൻ വേണ്ടി സാധിച്ചു? ഗ്രാമോത്സവങ്ങളുടെ ആഴ്ച ചന്തകൾ ഉത്സവകാലങ്ങളിൽ എവിടെയാണ് ഗ്രാമോത്സവങ്ങളും ഉത്സവ ചന്തകളും നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഉള്ള ഇക്കോ ഷോപ്പ് പോലും പൂട്ടിയിട്ട അവസ്ഥയാണ്. 5 വർഷം കഴിഞ്ഞിട്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ എക്കോ ഷോപ്പ് പോലും പ്രവർത്തിപ്പിക്കുന്നില്ല. ഒന്നുകൂടെ, വാർഡ് കേന്ദ്രങ്ങളിൽ PSC പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ വലിയ ആഗ്രഹമാണ് ഒരു സർക്കാർ ജോലി എന്നത്. ഈ സർക്കാരിൻ്റെ, ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് ആ നിലക്കുള്ള എന്ത് നീക്കമാണ് നടത്തിയത്? ഇതിനകത്ത് ഒരുപാട് പേജുകളുണ്ട്. ആ പേജുകളിലേക്ക് കടക്കാൻ വേണ്ടി പോയാൽ ഇന്ന് ചർച്ച അവസാനിപ്പിക്കാൻ കഴിയില്ല. CPMൻ്റെ പ്രതിനിധികൾക്ക് ഇതിൻ്റെ ഉത്തരം പറയാനും കഴിയില്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ, ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? അടുത്ത പ്രകടന പത്രിക ഇറക്കേണ്ട സമയമായല്ലോ. ഇതൊക്കെ വീണ്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമോ എന്ന് കൂടിയാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു, മറുപടി പറയാം. കേരളത്തിൽ തന്നെ ചിലപ്പം കെ ഫോണിൽ കൂടുതൽ ഫോൺ കൊടുത്തിട്ട് അവാർഡ് കിട്ടിയ ഒരു പഞ്ചായത്തിൽ ഒരാൾ ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഫോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സൗകര്യം ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം സൗജന്യ ഇന്റർനെറ്റ്, സൗജന്യ പറയട്ടെ ചോദിക്കാം. നമ്മളുടെ രജിസ്റ്റർ ഓഫീസിലും അതേപോലെ തന്നെ അവിടെ പോയാൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടും, അവിടെ പോയത് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അവിടെ അതിന്റെ ഫ്രീ പാസ്വേഡ് ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും അവിടെ പോയിട്ട് അത് നിങ്ങൾ എന്താ അങ്ങനത്തെ പഞ്ചായത്തിലുണ്ട്, അതേപോലെ രജിസ്റ്റർ ഓഫീസിലുണ്ട്, അവിടേക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് പറയട്ടെ ഷാഫി, പറയട്ടെ. ഇപ്പൊ ജനകീയ ഹോട്ടലില്ലേ പറഞ്ഞു, 4 ഭാഗത്താണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകൾ ഹോട്ടൽ നടത്തുന്നത്. അത് അവരുടെ ടീമാണ്. ഒരു ജനകീയ ഹോട്ടലല്ലേ, ഒന്നല്ലോ. അതെ,
സ്ത്രീകളുടെ വോട്ടിൽ അവരെന്നെ ഏറ്റെടുത്തു. അതിന് മറുപടി പറയട്ടെ, അതിന് മറുപടി പറഞ്ഞു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ അടക്കം വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകളാണ് ഹോട്ടൽ നടത്തുന്നത്. പ്ലാമന്തോള ഗ്രാമപഞ്ചായത്തില്, വിളയൂർ ഗ്രാമപഞ്ചായത്തില്, വിളയൂർ ഗ്രാമപഞ്ചായത്തില് 2 എണ്ണാണ്. അപ്പൊ അവര് നിങ്ങളെന്താ ചോദിച്ചത്, ജനകീയ ഹോട്ടൽ ഉണ്ടോന്നല്ലേ? അതുപോലെ നേരത്തെ പറഞ്ഞ അതിൽ പറഞ്ഞ പ്രകടന പദ്ധതി ഡയാലിസിസ് സെന്റർ, അതുപോലെ തന്നെ KSCB ഓഫീസ്. KSCB ഓഫീസിന് നമ്മൾ സ്ഥലം കണ്ടെത്തി നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ. പക്ഷെ KSCB ഓഫീസിൽ പറയണത് ഗ്രാമപഞ്ചായത്തിലെ സ്ഥലം അവർക്ക് സ്വന്തമായിട്ട് എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. അതിന്റെ രേഖ നമ്മുടെ പഞ്ചായത്തിൽ ആര് വന്നാലും നമുക്ക് ആ രേഖ എടുത്തു തരാം. അപ്പോൾ പക്ഷെ നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലം വേറൊരു ഡിപ്പാർട്ട്മെന്റിന് എഴുതി കൊടുക്കാൻ കഴിയും. നമ്മൾ ലീസിന് കൊടുക്കാന്ന് പറഞ്ഞു, ലീസിന് കൊടുത്തിട്ട് അവരോട് KSCB ഓഫീസ് കെട്ടട്ടെ. പക്ഷെ അവർക്ക് ലീസിന് കൊടുക്കാൻ വേണ്ടി കഴിയില്ല, സ്വന്തമായിട്ട് പഞ്ചായത്ത് എഴുതി കൊടുക്കണം. ഇതേ തർക്കം നമ്മുടെ ബംഗ്ലാദേശ് സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലുണ്ടായിരുന്നു. അന്ന് UDF-ന്റെ MLA UDF-ന്റെ സർക്കാരുള്ള കാലത്ത് ആ ഭൂമി ഈ സ്കൂൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റെടുക്കേണ്ട പരിപാടികൾ അന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്തു. ഈ KSCB-ക്ക് വേണ്ടി ആ ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അതന്നെയാണ് ഞങ്ങൾ ചെയ്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചെയ്തത്. പരാജയപ്പെട്ടത് കൊണ്ടാണ് 10 സെന്റ് സ്ഥലം അവിടെ ഉണ്ട്. അത് വാടക കൊടുക്കണ വിളയൂർ ഗ്രാമപഞ്ചായത്താണെന്ന് പോയി അന്വേഷിച്ചറിയാം. വിളയൂർ ഗ്രാമപഞ്ചായത്തിലാണ് KSCB ഓഫീസ്. ഓക്കെ, ഇതിൽ അതുപോലെ തന്നെ ഉന്നയിച്ച ഡയാലിസിസ് സെന്റർ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഡയാലിസിസ് നമുക്ക് സെന്റർ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ MLA പട്ടാമ്പിയിൽ നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിന് അടക്കം 7 ഗ്രാമപഞ്ചായത്തിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ആളുകൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് ആളുകളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. തരാം. ഒരു മിനിറ്റ്. ഏത്? ഒരു മിനിറ്റ് തരാം. കളിസ്ഥലത്തിന്റെ ഇത് പറയാം. മറുപടി പറയട്ടെ. സമയത്ത് ഞങ്ങൾ ലീസിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആരെ പറഞ്ഞത്? നിങ്ങൾ പോയി മുടക്കിയിട്ടുണ്ടാവും. മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. കളിസ്ഥലത്തിന്റെ മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അതിന് മറുപടി പറയട്ടെ. പ്രസിഡന്റ് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. തരാം. BJP തരാം. പ്രതിനിധിക്ക് തരാം. വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഗ്രൗണ്ടിന് 1 കോടി രൂപയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA വകയിരുത്തിയിട്ടുള്ളത്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ഇനി നമുക്ക് അതിന്റെ വാല്യുവേഷൻ കിട്ടേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പൊ തൽക്കാലം ആളുകൾക്ക് കളിക്കാനുള്ള സ്ഥലം പഞ്ചായത്ത് ലീസിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം 1-ാം വാർഡിൽ പറയട്ടെ. ഞങ്ങൾ ലീസിന് എടുത്ത് കൊടുത്തിട്ടുണ്ട് 1-ാം വാർഡില്. പഞ്ചായത്ത് ഞങ്ങൾ തരാം. CPM-ന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തരാം. നമുക്ക് പഞ്ചായത്ത് യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ മുന്നിൽ നടത്തിയപ്പോ ആ സമരം ആവാസ സമരമാണ് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു.
സ്ഥലം എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി പോകണം പറഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. സലീം മാലിക് എന്ന് പറയുന്നത് അവിടെ 3-ാം വാർഡിലെ മെമ്പറുടെ ഭർത്താവ് സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ രേഖകളും സെക്രട്ടറിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ രേഖകൾ കൊടുത്തിട്ട് സെക്രട്ടറിക്ക് കൊടുത്ത് ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം 2024 കൂരാച്ചിപ്പടി ഓഡിറ്റോറിയത്തില് നമ്മളെ വികസന സെമിനാർ നടക്കുമ്പോഴാണ് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞത്. ഞങ്ങളടുത്ത് വീഡിയോ ഉണ്ട്, കാണിക്കണോ? മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞത് ഇതാ ഈ മാസം തുടങ്ങാൻ പോവാണ് ഗ്രൗണ്ടിന്റെ വർക്ക്. നമുക്ക് സമയപരിധി ഞങ്ങൾ അങ്ങനെ ഇല്ലാത്ത കാര്യം പറയില്ല. ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യം മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഇനി ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ നമുക്ക് സമയപരിധി ഉണ്ട് ചർച്ചയുടെ. നമുക്ക്